ലോകത്തെ കഴിഞ്ഞ വാരത്തിൽ ഞെട്ടിച്ച സംഭവമായിരുന്നു ലെബനോണിലെ പേജർ സ്ഫോടനം. ഇസ്രയേൽ നടപ്പാക്കിയ കൊടും ക്രൂരമായ യുദ്ധക്കുറ്റം. ആശയവിനിമയത്തിനുള്ള പേജറുകൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ളക്കാർ കൊല്ലപ്പെടുക, ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുക. ശരിക്കും പറഞ്ഞാൽ പുതിയൊരു യുദ്ധമുറ എന്നതിനപ്പുറം ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. ഇതായിപ്പോൾ പുതിയ മറ്റൊരു വാർത്ത കൂടി വരുന്നു. അതും വലിയ അർത്ഥത്തിൽ രാജ്യാന്തര രാഷ്ട്രീയത്തിൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണവും പേജർ പൊട്ടിത്തെറിച്ചാണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്രാഹിം റൈസിയുടെ മരണം നമ്മളാരും അത്ര പെട്ടെന്നൊന്നും മറന്നുപോവില്ല. കഴിഞ്ഞ മെയ്യിലായിരുന്നു സംഭവം. മെയ് 19 കിഴക്കൻ അസർബൈജാനിലെ മലനിരകളിൽ ഹെലികോപ്റ്റർ തകർന്നു വീണാണ് ഇബ്രാഹിം റൈസിയും ഇറാനിയൻ വിദേശകാര്യമന്ത്രിയായ ഹൊസൈൻ അമീർ അബ്ദുള്ളാഹിയാനും മരിച്ചത്. അന്നേ അവരുടെ മരണത്തിൽ ഇസ്രയേലിന്റെ പങ്ക് അനുമാനിച്ചിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരുകയാണ്. എക്കാലത്തെയും ഇസ്രയേലിന്റെ വൈരിയാണ് ഇറാൻ. മാത്രമല്ല, ഇസ്രയേലിന്റെ അയൽ പ്രദേശങ്ങളായ ഗാസയിലും ലെബനോനിലും എല്ലാം ഇസ്രയേലികളുടെ ശത്രുക്കൾക്ക് ആളും അർത്ഥവും നൽകുന്നത് ഇറാനാണെന്നത് പകൽ പോലെ സത്യവുമാണ്. ഈ സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ തകർന്നതിന് പിന്നിൽ ഇസ്രയേലിന്റെ ഇടപെടലായിരുന്നു എന്ന വസ്തുത ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി പേജർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നയാളാണ് എന്നതാണ് ഈ സംശയം ബലപ്പെടുത്തുന്നത്. പേജർ പൊട്ടിത്തെറിച്ചാകാം ആകാശമധ്യത്തിൽ ഹെലികോപ്റ്റർ തകർന്ന് അസർബൈജാൻ അതിർത്തിയിലെ മലനിരകളിൽ വീഴാൻ കാരണമായത്. ഇറാൻ പാർലമെന്റ് അംഗം അഹമ്മദ് ബക്ഷയേഷ് അർഡൈസ്ഥാനിയാണ് ഇങ്ങനെയൊരു സൂചന ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത്. ഹിസ്ബുള്ളക്കാർക്ക് പേജറുകൾ വാങ്ങി നൽകിയത് ഇറാനാണ്. ഈ പേജറുകളിലാണ് വലിയ കൃത്രിമം നടന്നതും കൂട്ടപ്പൊട്ടിത്തെറി ഉണ്ടായതും. ഇക്കൂട്ടത്തിലൊന്നായിരുന്നോ ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരുന്ന പേജറെന്ന് വ്യക്തമല്ല ഇപ്പോഴും. ഇറാൻ വാങ്ങി നൽകിയ പേജറുകൾ ഹിസ്ബുള്ളക്കാരുടെ മരണത്തിന് ഇടയാക്കി പൊട്ടിത്തെറിച്ചത് എങ്ങനെയാണെന്നും അതിൽ ഇറാൻ സൈന്യത്തിന് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ എന്നുകൂടി അന്വേഷിക്കണമെന്നും അർഡൈസ്ഥാനി പറയുന്നു. റൈസിയുടെ മരണം സംബന്ധിച്ച് ഇറാൻ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ മാസം പുറത്തു വന്നിരുന്നു. ഇതിൽ പറയുന്നത് മോശം കാലാവസ്ഥയാണ് ഹെലികോപ്റ്റർ തകരാൻ കാരണമായതെന്നാണ്. അതിനിടയിലാണ് റൈസി പേജർ ഉപയോഗിച്ചിരുന്നു എന്നും ഹിസ്ബുള്ളക്കാരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ച വാർത്തയും പുറത്തുവരുന്നത്. റൈസിയുമായി അസർബൈജാനിലെ പരിപാടിക്ക് പറന്നുയരുന്നതിന് മുൻപ് ഹെലികോപ്റ്ററിന്റെ ഫിറ്റ്നസ് പരിശോധിച്ചിരുന്നെന്നും എല്ലാ തരത്തിലും ചോപ്പർ സജ്ജമായിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെയാണ് പേജർ പൊട്ടിത്തെറിയുടെ സാധ്യതയുള്ളത്. ചൈനീസ് മാധ്യമമായ ഷിൻഹുവയാണ് ഇറാൻ സൈന്യത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇതിൽ പറയുന്നത് പ്രകാരം അപകടമുണ്ടാകേണ്ട സാഹചര്യങ്ങൾ അത്രയധികം ഉണ്ടായിരുന്നില്ല. മോശം കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടായിരുന്നതാണ് റൈസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ. അപകട സാധ്യതയോ കാലാവസ്ഥാ പ്രശ്നമോ ഉണ്ടായിരുന്നുവെങ്കിൽ വഴി തിരിച്ചുവിടാമായിരുന്നു. അങ്ങനെയൊരു സാധ്യത പരിശോധിച്ചിട്ടില്ല. മാത്രമല്ല, അപായ സാധ്യതയുള്ളതായി പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കാലാവസ്ഥ മോശമായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ പൈലറ്റ് അപായ സാധ്യത റിപ്പോർട്ട് ചെയ്യാത്തതാണ് ഇപ്പോൾ സംശയത്തിന് ഇട നൽകുന്നത്. ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണവും പേജർ പൊട്ടിത്തെറിയാണെന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതിന് ഇറാൻ സൈന്യവും ഉത്തരം പറയേണ്ടി വരും. ഇസ്രയേൽ നടപ്പാക്കിയതാണ് പേജർ പൊട്ടിത്തെറിയെങ്കിലും അത് വാങ്ങി നൽകിയത് ഇറാൻ സൈന്യമാണ്.